ശ്രീ എം ജയേന്ദ്രന് രാജു പി നായർക്ക് മറുപടി നൽകാം. അതോടൊപ്പം തന്നെ ഈ വീട് കൈമാറിന്റെ തീയതി നീണ്ട കഥ കൂടി നോക്കേണ്ടതാണ്. ആദ്യം പറഞ്ഞത് ഏപ്രിൽ 5-ാം തീയതിയോടെ നൽകുമെന്നാണ്. 34 വീടുകൾ സജ്ജമാണ് എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. സജ്ജമാണ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും സജ്ജമായിരിക്കണമല്ലോ. ഏപ്രിൽ 5 എന്നത് വിഷുവിന് മുമ്പെന്നായി. 178 വീടുകളും വിഷുവിന് മുമ്പ് കൈമാറുമെന്ന് പറഞ്ഞു. പിന്നീട് 40 വീടുകൾ തയ്യാറെന്ന് പറഞ്ഞു. പിന്നീട് കളക്ടറോട് യോഗത്തിൽ ഊരാളുങ്കൽ പറഞ്ഞത് മെയ് 20-ന് മുമ്പ് 178 വീടുകൾ കൈമാറാമെന്നാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറയുന്നു ഒക്ടോബറോട് കൂടി ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറുമെന്ന്. ഇതിങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. തീയതി പറയുന്നത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ നൽകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവിടെ നിൽക്കുന്നത്. ശ്രീ ജയേന്ദ്രൻ, അതെ, അതിലേക്ക് വരുന്നതിന് മുൻപ് സ്മൃതി, പ്രിയപ്പെട്ട രാജു ഒരുപാട് കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അതിൽ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കക്ഷി രാഷ്ട്രീയം പറയാനായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ രാജുവിന് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായിരിക്കാം അത്. അതുകൊണ്ട് തന്നെ ഈ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് വസ്തുത വിശദീകരിക്കേണ്ടതുണ്ടല്ലോ. അതുമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നിയ വിഷയം PDNA ആണ്. എന്താണ് PDNA? PDNA എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്, ദുരിതാനന്തര ആവശ്യകതയുടെ കണക്കെടുപ്പ്. അതാണല്ലോ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ്. അത് കേരളം ആണോ തയ്യാറാക്കുന്നത്, അതോ യൂണിയൻ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടാണോ തയ്യാറാക്കുന്നത്? താങ്കൾക്ക് അറിയാത്തതല്ലോ അത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് പകരം കേരളം തയ്യാറാക്കിയ PDNA എത്രയായിരുന്നു എന്നുള്ളത് പറയാനാണ് ശ്രമിക്കുന്നത്. 2221 കോടി രൂപയായിരുന്നു PDNA ആയിട്ട് സംസ്ഥാന സർക്കാർ കണക്കാക്കി യൂണിയൻ ഗവൺമെന്റ് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നേരിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ, സമർപ്പിച്ചത്. കൊടുത്ത തീയതി ഒക്ടോബർ 19, 2024 ഈ PDNA ഇത് അസസ്മെന്റ് കൊടുത്തത്. എന്താണ് ചെയ്തത്? അത് താങ്കൾ പറഞ്ഞല്ലോ, എത്രയാണ് തന്നതെന്നുള്ളത്. പിന്നെ കിട്ടിയ പണം ഇനി ചെലവഴിച്ച എത്രയാണ്? 773.98 കോടി രൂപയാണ് കിട്ടിയത്. അതിൽ താങ്കൾ പറഞ്ഞത് ഇതുവരെ ചെലവഴിച്ചത് 167.12 കോടി രൂപയാണ് ചെലവഴിച്ചത്. അപ്പോൾ ബാക്കി എത്ര കാണണം? ബാക്കി കാണേണ്ടതാണ് 606 കോടി രൂപ. ഇതാണ് രാജു പി നായർ ഇവിടെ ആരോപിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 167 കോടി രൂപ എന്ത് ചെയ്തു താങ്കളുടെ കണക്കിൽ? അത് ഈ ടൗൺഷിപ്പിന് വേണ്ടി വീട് വെക്കാൻ ഉപയോഗിച്ചു. അപ്പോൾ ബാക്കി 606 കോടി രൂപ അവിടെ കാണണമല്ലോ. അല്ല, എത്ര എന്താണ് പറയുന്നത്, എത്ര തുച്ഛമായ നിലയിലാണ് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ. ഞാൻ പറയട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി പറയുന്ന സ്വഭാവക്കാരനല്ല. താങ്കൾ നിൽക്കൂ, താങ്കൾക്ക് സമയം സ്മൃതി തരുമല്ലോ. ഞാൻ രാജു പി നായർ പറഞ്ഞ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ശ്രീ ജയേന്ദ്രൻ. അങ്ങ് പറഞ്ഞോളൂ. ഇനി ഞാൻ പറയട്ടെ. ഈ സമയത്ത് തർക്കിക്കാനില്ലെന്നേ. CMDRF-ൽ നിന്നും ഊരാളുങ്കലിന് കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അങ്ങ് പറയുന്നത് ആ പറഞ്ഞത് 100% തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ പറഞ്ഞത്. അതിലേക്ക് വരാം ഞാൻ. ഇത് ഈ 167 പിന്നെ 0.12 കോടി രൂപ ദുരന്ത ബാധിതർക്കും അവരുടെ പുനരധിവാസത്തിനുള്ള ഈ ടൗൺഷിപ്പിനുമായിട്ടാണ് ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളത്, ഇതിനകം ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതിൽ അടിയന്തര സഹായം വരുന്നുണ്ട്, മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ധനസഹായമുണ്ട്. അടിയന്തര സഹായം എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്തതാണ്. പ്രതിമാസം 6000 രൂപ പ്രകാരം നൽകുന്ന വാടകയുണ്ട്, ദിനബത്തയുണ്ട്, ജീവനോപാധികൾക്കുള്ള സഹായമുണ്ട്, ഉപജീവനം കണ്ടെത്താനുള്ള ധനസഹായം വേറെ വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷനാണ് ഗവൺമെന്റ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോഡൽ ടൗൺഷിപ്പ് എന്ന് തന്നെ അതിന് പേരിട്ടതും അതുകൊണ്ട് തന്നെയാണല്ലോ. ഇനി പരിക്കേറ്റവർക്കും ചികിത്സ ആവശ്യമുള്ളവർക്കും നൽകിയ സഹായത്തിന്റെ വേറെ കണക്കുമുണ്ട്. ഈ മാതൃകാ ടൗൺഷിപ്പിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള തുക, അവിടെ അടിസ്ഥാന സൗകര്യ വികസനം, ഭവന നിർമ്മാണവും
ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ബാക്കി എത്രയാണോ തുക വരുന്നത് അത് ഘട്ടം ഘട്ടമായി വിനിയോഗിക്കും. ഇനി താങ്കൾ ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കണക്കൂടെ അങ്ങോട്ട് പറഞ്ഞു തരാം, ഒരു വസ്തുതയും കൂടെ. ഈ CMDRF കേരള എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഡിസ്ബേഴ്സ്മെന്റ് എന്ന ആ ഇനം നോക്കിയാൽ മതി. എത്രയാണ് കിട്ടിയത്, എത്രയൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് ലോകത്തുള്ള ആർക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും 5 പേർക്ക് മാത്രമല്ല, ലോകത്താർക്കും അത് പരിശോധിക്കാം. ആ ഡിസ്ബേഴ്സ്മെന്റ് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇല്ല അല്ല എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, ദുരാരോപണം ഉന്നയിക്കുക. ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് ദുരാരോപണം ഉന്നയിക്കുക. അല്ല, അതാ ഇത് എന്നെ കാണിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞ ലോകത്താർക്കും നോക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സ്മൃതി. ഇത് ഈ വയനാട് ടൗൺഷിപ്പിന് വീട് പണിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പൈസ കൊടുത്തിരിക്കുന്ന അങ്ങ് കാണിച്ചു തന്നാൽ അങ്ങ് പറയുന്ന പണി ഞാൻ ചെയ്യാം. ഈ ഡിസ്ബേഴ്സ്മെന്റിൽ നിന്ന് വയനാട് ടൗൺഷിപ്പ് താങ്കൾ ചെയ്യുന്നത് പൈസ കൊടുത്തിട്ടുള്ളത് കാണിച്ചാൽ അങ്ങ് പറയുന്ന പണി ഞാൻ ചെയ്യാം. ജയേന്ദ്ര സാർ, ഞാൻ പറഞ്ഞതല്ലോ, ഞാൻ പറഞ്ഞത് താങ്കൾ ചോദിച്ച ഈ പണി മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇല്ല പറഞ്ഞുതരാം, അത് ക്ലിയർ ചെയ്തു പോവാ. ജയേന്ദ്ര സാർ അത് ക്ലിയർ ചെയ്തു പോവാ. കർണാടക സർക്കാർ കൊടുത്ത 20 കോടി ഏത് അക്കൗണ്ടിലാണ് പോയത്? നമ്മൾ തമ്മിലുള്ള ചോദ്യോത്തര പങ്ക്തി ഒന്നും അല്ലല്ലോ ഇത്. അങ്ങ് രാജു പിതാർക്ക് മറുപടി പറയാമല്ലോ ശ്രീജേന്ദ്രൻ? എനിക്ക് തെറ്റുണ്ട്. അല്ല ശ്രീജേന്ദ്രൻ, ഒറ്റ മിനിറ്റ്. ഈ പറഞ്ഞ ഈ കർണാടക സർക്കാർ തന്ന 20 കോടി CMDRFിലേക്ക് അല്ല പോയിരിക്കുന്നത്. അല്ല, ഞാൻ പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിലേക്കാണ്. ഒരു ന്യൂസ് ഞാൻ പറയട്ടെ ഞാൻ ആദ്യമായിട്ടൊരു ന്യൂസ് ചാനലിലെ ചർച്ചയിൽ പങ്കെടുക്കുകയൊന്നും അല്ല. അതെങ്കിലും നിങ്ങൾ അംഗീകരിച്ചു തരണം. എന്നെ സംബന്ധിച്ചോളം പിന്നെ ആങ്കറുടെയാണ് ഈ ഷോ. നിങ്ങൾ തരുന്ന സമയത്താണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം അല്ലല്ലല്ല, എനിക്ക് ഈ ഡിബേറ്റ് എന്താന്നുള്ളത് എനിക്കും അറിയാമല്ലോ. ആ ഡിബേറ്റിംഗ് ഡെക്കോറോ എന്ന് പറയുന്നത് എനിക്കും താങ്കൾക്കും ഒരുപോലെ ബാധകമാണെന്നേ, ഈ പാനലിസ്റ്റുകൾക്കും ബാധകമാണ്. അതങ്ങനെ പോയാൽ മതി. അങ്ങനെയല്ല താങ്കളുടെ ഷോയെങ്കിൽ താങ്കൾ നടത്തിക്കോളൂ, ഞാനില്ല. അത്രയുള്ള എന്റെ നിലപാട്. ഞാൻ ഏത് ഷോയിലും അതേ പറയൂ. അങ്ങനെ പരസ്പരം പിന്നെ പാനലിസ്റ്റുകൾ തമ്മിൽ വാക്കേറ്റത്തിനുള്ള ഈ അവസരമായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ മാറ്റാൻ ഒരു താല്പര്യമുള്ള ആളല്ല ഞാൻ. വരുന്നതെങ്കിൽ നമുക്ക് സമയക്കുറവുണ്ടല്ലോ, നമുക്ക് സമയക്കുറവുണ്ടോ, അങ്ങ് പൂർത്തിയാക്കൂ. അല്ല, ഇത്രേ ഉള്ളൂ. ഇതാണ് കാര്യം. പിന്നെ രണ്ടാമത് താങ്കൾ ചോദിച്ച കാര്യം എപ്പോഴാണ് ഇത് പൂർത്തീകരിച്ച് ഇനി അവരെ അവിടെ താമസിപ്പിക്കുക? എനിക്ക് പിന്നെ ഒരു ഡേറ്റ് പറയാൻ എന്റെ പക്കലില്ല, എനിക്ക് കഴിയുകയുമില്ല. ഗവൺമെന്റ് അത്തരം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് അവിടെ എല്ലായിടത്തും അവർ ആ റെസ്പോൺസിബിലിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങേക്ക് വായിച്ചു കേൾപ്പിച്ചത് ഗവൺമെന്റ് പല തവണയായി മാറ്റി പറഞ്ഞ ഡേറ്റുകളാണ് ശ്രീജയേന്ദ്രൻ. അതെ, ആ ദുരന്ത ബാധിതർക്ക് വിശ്വാസമുണ്ട് ഗവൺമെന്റിനെ. നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വാസമുണ്ട്. ഇവർ ഒരു തീയതിക്ക് അവരുടെ നിസ്സഹായത അല്ലാതെ എന്താണ് അവർ താമസിക്കുന്നുണ്ട്. നിസ്സഹായതയാണ്. കാരണം ഇപ്പൊ നിസ്സഹായരാണ് നിങ്ങൾ പറഞ്ഞാൽ. അല്ല, ഇപ്പോ നോക്കൂ, ഇപ്പോൾ കൈമാറി എന്ന് പറയുന്ന വീടുകൾ കൈമാറിയിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. കൈമാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പണി പൂർത്തിയായിട്ടില്ല, പൂർത്തിയായിട്ടേ കൈമാറുകയുള്ളൂ. അപ്പോൾ നമ്മൾ അന്ന് കണ്ടത് കൈമാറലായിരുന്നില്ല. മാർച്ച് 1 കണ്ടത് കൈമാറലായിരുന്നില്ല. അല്ല, ഈ തർക്കം നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ടില്ല, അതുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. ബേസിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ വെള്ളവും വെളിച്ചവും എന്നുള്ളതാണല്ലോ. പക്ഷെ ഇപ്പോൾ പണി പോലും പൂർത്തിയായിട്ടില്ല എന്നാണല്ലോ ആ വിള്ളൽ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. വിള്ളലിൽ ഇനിയും പണിയുണ്ട് എന്ന് ഊരാളുകൾ പറയുമ്പോൾ പണിയെ പൂർത്തിയായിട്ടില്ലെന്നേ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.